നമ്മൾ ഹോമോമോർഫിസത്തിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു. ഹോമോമോർഫിസം വന്നാലുള്ള ഗുണങ്ങൾ എന്താണെന്ന് നോക്കുവാണേ. ഇതാ ഒന്നാമത്തെ ഒരു പ്രോപ്പർട്ടിയാണ്. ഇഫ് ഐ ഈസ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് ജി then I dot x is equal to x for every x element of G. ദാ എൻ്റെ കയ്യിൽ ജി എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്, ജി പ്രൈം എന്ന് പറഞ്ഞ വേറെ ഗ്രൂപ്പുണ്ട്. ജിയിൽ നിന്ന് ജി പ്രൈമിലേക്ക് ഒരു ഫൈ എന്ന് പറയുന്ന ഒരു ഹോമോമോർഫിസം ഉണ്ടെന്ന് വിചാരിക്കാം. ദാ ഇവിടെ ഒരു ജി ഒരു ഗ്രൂപ്പായതുകൊണ്ട് അവിടെ ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഐ കാണുമല്ലോ. ഈ ജിയിൽ ഒരു എക്സ് എടുക്കുക, എക്സും ഐയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഐ ഇൻറ്റു എക്സ് എക്സ് തന്നെ ആയിരിക്കത്തില്ലേ? കാര്യം എന്താ? ഏത് ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് എടുത്താൽ അവിടെ ഐഡൻറ്റി എലമെൻറ്റ് ഉണ്ടാവും. ആ ഐഡൻറ്റി എലമെൻറ്റിനെ ആ ഗ്രൂപ്പിൽ ഏത് എലമെൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതേ എലമെൻറ്റ് തന്നെ കിട്ടും. ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ജി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്, അവിടെ ഐ എന്ന് പറഞ്ഞ ഐഡൻറ്റി എലമെൻറ്റ് ഉണ്ടാവും. എക്സ് എന്ന് പറയുന്ന ആർബിട്രറി ആയിട്ട് ഏതോ ഒരു എലമെൻറ്റ് ഐയും എക്സോടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് തന്നെ കിട്ടുമല്ലോ. ശരി, നമ്മൾ ഇതിൻ്റെ ഇമേജ് എടുക്കുകയാണേ. ഇതിൻ്റെ ഇമേജ് എടുക്കുക, അതായത് ഐ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഇമേജ് എടുക്കട്ടെ. അപ്പോൾ ഐ എക്സും എക്സും സെയിം ആണ്. എക്സ് തന്നെയാണ് ഐ എക്സും, എക്സ് തന്നെയാണ് ഐ എക്സും. നിങ്ങൾ ഇതിൻ്റെ ഇമേജ് എടുക്കട്ടെ. ഫൈ ഇമേജ് എടുക്കുന്നത്. ഫൈ ഇമേജ് എടുക്കുമ്പോൾ എന്ത് പറ്റും? ഇവിടെ കിടക്കുന്ന ആൾക്കാരെല്ലാം ഇമേജ് ഇപ്പുറത്താണ് വരുന്നത്. ഐഡിയ ക്ലിയർ ആണോ? അപ്പോൾ ഐയുടെ ഇമേജ് ഇപ്പുറത്ത് എന്തായാലും ഒരു ഐ പ്രൈം ഉണ്ടായിരിക്കും. ഇവിടെ കിടക്കുന്ന എക്സിൻ്റെ ഇമേജ് എന്തായാലും ഒരു എക്സ് പ്രൈം ഉണ്ടായിരിക്കും. ആ എക്സ് തന്നെയാണ് ഐ എക്സ്. അപ്പോൾ അതിന് ഐ എക്സ് പ്രൈം എന്ന് വേണമെങ്കിൽ എനിക്ക് വിളിക്കാം അല്ലേ? ഐ എക്സിൻ്റെ പ്രൈം എന്നും എനിക്ക് വിളിക്കാം. വിളിച്ചുകൂടെ? ശരി. അപ്പോൾ ഇവർ പറഞ്ഞതാണ് ജി ഒരു ഗ്രൂപ്പാണ്, ജിയിൽ ഒരു ഐഡൻറ്റി എലമെൻ്റ് ഉണ്ട്. എക്സ് ഏതോ ഒരു എലമെൻറ്റ് ഐ എക്സോടെ മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് തന്നെ കിട്ടും. നമ്മൾ ഇതിൻ്റെ ഇമേജ് എടുക്കുക. നമ്മളപ്പോൾ ഐ എക്സിൻ്റെ ഇമേജ് എന്തുവാടെ? ഐ എക്സ് പ്രൈം അല്ലേ ഇപ്പുറത്ത് വരുന്നത്? എക്സിൻ്റെ ഇമേജ് എന്തുവാ? എക്സ് പ്രൈം തന്നെയല്ലേ? ഐ എക്സ് പ്രൈം ഇസിക്കൽ എക്സ് പ്രൈം. കാര്യം എന്താ? എക്സും ഐ എക്സും സെയിം ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇമേജ് വരുമ്പോൾ എക്സിൻ്റെ ഇമേജ് ഐ എക്സ്, എക്സിൻ്റെ ഇമേജ് എക്സ് പ്രൈം, ഐ എക്സിൻ്റെ ഇമേജ് ഐ എക്സ് പ്രൈം. എന്തുവാടേ? ഹോമോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടി എന്തുവാ? എക്സ് വൈ പ്രൈം ഈസിക്കൽ ടു എക്സ് പ്രൈം ഇൻറ്റു വൈ പ്രൈം. തൊട്ട് മേളി ഹോമോമോർഫിസത്തിൻ്റെ ഡെഫിനിഷൻ നമ്മൾ കണ്ടതാ. എക്സ് വൈയുടെ ഇമേജ് എന്ന് പറയുന്നത് എക്സിൻ്റെ ഇമേജ് ഇൻറ്റു വൈയുടെ ഇമേജ് ആണ് എന്ന് നമ്മൾ തൊട്ട് മുമ്പിൽ കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഐ എക്സ് പ്രൈമിനെ എങ്ങനെ എഴുതാടെ? ഐ എക്സ് പ്രൈം എന്ന് പറഞ്ഞാൽ ഐ പ്രൈം ഇൻറ്റു എക്സ് പ്രൈം അല്ലേ? എന്തുകൊണ്ടാണ്? ഹോമോമോർഫിസത്തിൻ്റെ ഡെഫിനിഷനാണ്. തൊട്ട് മേളി നമ്മൾ പഠിച്ചു എക്സ് വൈ പ്രൈം ഈസിക്കൽ ടു എക്സ് പ്രൈം ഇൻറ്റു വൈ പ്രൈം. ഇവിടെ അപ്പം ഐ എക്സ് പ്രൈം എന്ന് പറയുന്നത് എന്താ? ഐ പ്രൈം ഇൻറ്റു എക്സ് പ്രൈം വിച്ച് ഈസ് ഈസിക്കൽ ടു എക്സ് പ്രൈം. ഐഡിയ ക്ലിയർ ആണോ? ഐഡിയ ക്ലിയർ ആണോ? അപ്പോൾ ഒന്നും കൂടെ നോക്കിയേ. എൻ്റെ കയ്യിൽ ജി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. ഐ അവിടുത്തെ ഐഡൻറ്റി എലമെൻ്റ് ആണ്. എക്സ് ഏതോ ഒരു എലമെൻറ്റ് ഐ യു എക്സ് കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് തന്നെ കിട്ടും. കാര്യം എന്താ? ഐ എന്ന് പറയുന്ന ഐഡൻറ്റി എലമെൻറ്റാണ്. നമ്മൾ ഇതിൻ്റെ ഇമേജ് എടുത്തു. അപ്പോൾ ഐ എക്സിൻ്റെ ഇമേജ് ഐ എക്സ് പ്രൈം ആണ്. എവിടെ വരും? ജി പ്രൈമിൽ വരും. എക്സിൻ്റെ ഇമേജ് ഏതാ? എക്സ് പ്രൈമാണ്. ഇത് രണ്ട് സെയിം ആണ്, അതിൻ്റെ ഇമേജസും സെയിം ആയിരിക്കും. ശരിയല്ലേടെ? ഇത് രണ്ട് സെയിം ആണെങ്കിൽ അതിൻ്റെ ഇമേജസും സെയിം ആയിരിക്കുമല്ലോ. പക്ഷേ ഈ ഫൈ എന്ന് പറയുന്ന ആൾ ഹോമോമോർഫിസം അല്ലേ? ഹോമോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടി എന്താ? എക്സ് വൈ പ്രൈം ഇസിക്കൽ എക്സ് പ്രൈം ഇൻറ്റു വൈ പ്രൈം. അങ്ങനെയാണെങ്കിൽ ഐ എക്സിൻ്റെ പ്രൈം എന്ന് പറഞ്ഞാൽ ഐ പ്രൈം ഇൻറ്റു എക്സ് പ്രൈം അല്ലേ? അപ്പോൾ ഐ പ്രൈം ഇൻറ്റു എക്സ് പ്രൈം ഇസിക്കൽ എക്സ് പ്രൈം. നിങ്ങൾ നോക്കിയടേ, എക്സ് പ്രൈം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു എലമെൻറ്റാണ്. അതിൻ്റെ കൂടെ ഐ പ്രൈം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എക്സ് പ്രൈം തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഐ പ്രൈം ആരാടെ? ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻ്റ് അല്ലേ? ഇവിടുത്തെ ഐഡൻറ്റി എലമെൻ്റ് അല്ലേ? അപ്പോൾ എന്ത് മനസ്സിലായി? ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള മീനിങ് എന്താ? ദാ ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഐ ആണെങ്കിൽ അവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഐ പ്രൈം ആണ്. ഈ ഐ പ്രൈം ആരാ? ഇവിടുത്തെ ഐയുടെ ഇമേജ് ആണ്. അപ്പോൾ എങ്ങനെ പറയാം? ഇമേജ് ഓഫ് ഐഡൻറ്റിറ്റി എലമെന്റ് I in G is the identity element in G prime. എപ്പോഴാ? എന്ത് ഇമേജാ? അവിടെ ഹോമോമോർഫിക് ഇമേജ് എന്നുകൂടെ എഴുതണം കേട്ടോ. ഹോമോമോർഫിക് ഇമേജ്. ഇത് സാധാ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ നടക്കത്തില്ല. ഹോമോമോർഫിസം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ എന്ത് മനസ്സിലായി? എൻ്റെ കയ്യിൽ ജി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്, ജി പ്രൈം എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. ജിയിൽ നിന്ന് ജി പ്രൈമിലേക്ക് ഒരു ഹോമോമോർഫിസം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ജിയിൽ ഒരു ഐഡൻറ്റി എലമെൻ്റ് ഉണ്ടായിരിക്കും, ജി പ്രൈമിൽ ഒരു ഐഡൻറ്റി എലമെൻ്റ് ഉണ്ടായിരിക്കും. കാര്യം എന്താ? ജിയും ജി പ്രൈമും ഗ്രൂപ്പാണെങ്കിൽ അവിടെ ഐഡൻറ്റി എലമെൻറ്റ് വന്നേ ഒക്കത്തുള്ളൂ. ആരാണ് ജി പ്രൈമിലെ ഐഡൻറ്റി എലമെൻറ്റ്? ജി കിടക്കുന്ന ഐഡൻറ്റി എലമെൻ്റായ ഐയുടെ ഇമേജ് ആയിരിക്കും. ഐയുടെ ഇമേജ് എന്നാലും അപ്പുറത്തെ ഗ്രൂപ്പിലല്ല വരത്തുള്ളൂ. അതായിരിക്കും അവിടുത്തെ ഐഡൻറ്റി എലമെൻറ്റ്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു ഐ പ്രൈം. ഐഡിയ ക്ലിയർ ആണോ? സോ ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി നോക്കിക്കോടെ. ഞാൻ ജിയിൽ നിന്നൊരു എക്സ് എടുക്കുന്നു.
ജി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് ഒരു എക്സ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പിൻ്റെ പ്രത്യേകം എന്തുവാ? അവിടെ ഏത് എലമെൻ്റ് എടുത്താലും അതിൻ്റെ ഒരു ഇൻവേഴ്സ് അവിടെ കാണും. ഇവിടെ ഒരു എക്സ് എടുത്താൽ എക്സിൻ്റെ ഇൻവേഴ്സ് അവിടെ കാണും. ശരിയല്ലേ? എക്സോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടുത്തെ ഐഡൻറ്റി എലമെൻറ്റ് കിട്ടുകയും ചെയ്യും. അത് ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടി ആണല്ലോ, ഗ്രൂപ്പിൻ്റെ 4ാമത്തെ പ്രോപ്പർട്ടി ആണല്ലോ. ശരി, അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ഒരു എക്സ് എടുത്തു, ഒരു എക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സും അവിടെ ഉണ്ട്. ഇവിടെ ഇങ്ങോട്ടൊരു ഹോമോമോർഫിസം ഫൈ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുത്തെ കിടക്കുന്ന എല്ലാ ആൾക്കാരും ഇമേജ് ഇപ്പുറത്ത് വരുമല്ലോ. എക്സിൻ്റെ ഇമേജാണ് എക്സ് പ്രൈം. ഇവിടെ എക്സ് ഇൻവേഴ്സ് ഇവിടുത്തെ എലമെൻ്റ്. എക്സ് ഇൻവേഴ്സിൻ്റെ ഇമേജാണ് എക്സ് ഇൻവേഴ്സ് പ്രൈം. എക്സിൻ്റെ ഇമേജ് എക്സ് പ്രൈം, എക്സ് ഇൻവേഴ്സിൻ്റെ ഇമേജ് എക്സ് ഇൻവേഴ്സ് പ്രൈം. അത് ആരാന്നുള്ളതാണ് ചോദ്യം. ഇതാ നോക്കിക്കോണേ, എക്സ് ഇൻറ്റു എക്സ് ഇൻവേഴ്സ് ഐ കിട്ടും, എക്സ് ഇൻറ്റു എക്സ് ഇൻവേഴ്സ് ഐഡൻറ്റി കിട്ടും, ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടി. നിങ്ങൾ അതിൻ്റെ ഇമേജ് എടുത്തേ. എക്സ് ഇൻറ്റു എക്സ് പ്രൈമിൻ്റെ എക്സ് ഇൻറ്റു എക്സ് ഇൻവേഴ്സിൻ്റെ ഇമേജ് എടുക്കുന്നു. എക്സ് ഇൻറ്റു എക്സ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഐ അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് ഇൻവേഴ്സിൻ്റെ ഇമേജ് തന്നെയല്ലേ ഐയുടെ ഇമേജും? കാര്യം ഇത് രണ്ട് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇമേജസും സെയിം ആയിരിക്കും. എന്തുവാടെ എക്സ് ഇൻറ്റു എക്സ് ഇൻവേഴ്സിൻ്റെ ഇമേജ് പ്രൈം എന്ന് പറഞ്ഞാൽ എന്താ? ഹോമോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടി എക്സ് വൈ പ്രൈം ഇസിക്കൽ എക്സ് പ്രൈം ഇൻറ്റു വൈ പ്രൈം. അങ്ങനെയാണെങ്കിൽ എന്തോടെ ഇതിനെങ്ങനെ എഴുതാം? എക്സ് പ്രൈം ഇൻറ്റു എക്സ് ഇൻവേഴ്സ് പ്രൈം എന്ന് എഴുതാമല്ലോ, വിച്ച് ഈസ് ഇസിക്കൽ ടു ഐ പ്രൈം. ഐ പ്രൈം ആരാ? തൊട്ട് മുമ്പ് നമ്മൾ കണ്ടു. ഐ പ്രൈം ആരാ? ജി പ്രൈമിലെ ഐഡൻറ്റി എലമെൻറ്റാ. എക്സ് പ്രൈം ആരാ? ഇവിടുത്തെ ഒരു എലമെൻറ്റാ. അതായത് ഓക്കെ, എക്സ് പ്രൈമിൻ്റെ കൂടെ എന്തോ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടി. എക്സ് പ്രൈം എന്ന് പറയുന്ന ജി പ്രൈമിൽ എലമെൻ്റ് ആണ്. അതിൻ്റെ കൂടെ ഞാൻ എന്തോ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ അവിടുത്തെ ഐഡൻറ്റിറ്റി കിട്ടി. ഒരു എലമെൻ്റ് കൂടെ എന്തോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഐഡൻറ്റിറ്റി കിട്ടുന്നത്, അതിൻ്റെ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ. അപ്പോൾ എക്സ് ഇൻവേഴ്സ് പ്രൈം എന്ന് പറയുന്ന ആൾ ആരാ? ഈ എക്സ് ഇൻവേഴ്സ് പ്രൈം എന്ന് പറഞ്ഞ ആളാരാ? എക്സ് പ്രൈമിൻ്റെ ഇൻവേഴ്സ് അല്ലേ? കാര്യം ഇതിൻ്റെ കൂടെ ഇത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഐഡൻറ്റിറ്റി കിട്ടണമെങ്കിൽ ഇയാളുടെ ഇൻവേഴ്സ് ആയിരിക്കും ഇത്. അപ്പോൾ എക്സ് ഇൻവേഴ്സ് പ്രൈം എന്ന് പറഞ്ഞ ആൾ എക്സ് പ്രൈമിൻ്റെ ഇൻവേഴ്സ് അല്ലേടെ? എക്സ് പ്രൈമിൻ്റെ ഇൻവേഴ്സ് അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയേ, ദാ എക്സ് ഇൻവേഴ്സ് പ്രൈം എന്ന് പറയുന്ന ആൾ ആരാ? ഈ എക്സ് പ്രൈമിൻ്റെ ഇൻവേഴ്സ് ആണ്. അതിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്തുവാ? എക്സിൻ്റെ ഇമേജ് എക്സിൻ്റെ ഇൻവേഴ്സ് എക്സിൻ്റെ ഇൻവേഴ്സ് ആണ് എക്സ് ഇൻവേഴ്സ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ ഇമേജ് എക്സ് പ്രൈം ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്രൈമിൻ്റെ ഇൻവേഴ്സ് കാണാൻ വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. എക്സ് ഇൻവേഴ്സിൻ്റെ ഇമേജ് ആയിരിക്കും അയാൾ. ഒന്നും കൂടി, എൻ്റെ കൈ ഗ്രൂപ്പിൽ എക്സ് ഉണ്ടെങ്കിൽ എക്സിൻ്റെ ഇൻവേഴ്സും അതേ ഗ്രൂപ്പിൽ കാണും. ഗ്രൂപ്പിൻ്റെ പ്രോപ്പർട്ടി 4ാമത്തെ പ്രോപ്പർട്ടി, ഏത് എലമെൻ്റ് ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ഇൻവേഴ്സ് ഉണ്ട്. എക്സും എക്സ് ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പിൽ ഏത് എക്സ് എടുത്താലും അതിൻ്റെ ഒരു ഇൻവേഴ്സ് എലമെൻ്റ് ഉണ്ട്. ശരി, ഇനി ഞാൻ എക്സിൻ്റെ ഇമേജ് എടുക്കുന്നു. അപ്പോൾ എക്സ് പ്രൈം കിട്ടുമല്ലോ. എക്സിൻ്റെ ഇമേജാണ് എക്സ് പ്രൈം. അതെവിടെയാണ് വരുന്നത്? ജി പ്രൈമിലാണ് വരുന്നത്. അപ്പോൾ ഒരാൾ ചോദിക്കുക, ഈ എക്സ് പ്രൈമിൻ്റെ ഇൻവേഴ്സ് ആരാ എന്ന് ചോദിച്ചാൽ നിങ്ങൾ കാണാൻ മെനക്കെടണ്ട. എന്ത് ചെയ്താൽ മതി? ഇവിടെ എന്തായാലും എക്സിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഇവിടെ കിടപ്പുണ്ടല്ലോ, അതിൻ്റെ ഇമേജ് അങ്ങ് കണ്ടാൽ മതി. അപ്പോൾ എക്സിൻ്റെ ഇൻവേഴ്സ് എക്സ് ഇൻവേഴ്സ് ആണെങ്കിൽ എക്സിൻ്റെ ഇമേജായ എക്സ് പ്രൈമിൻ്റെ ഇൻവേഴ്സ് ആരാ? എക്സ് ഇൻവേഴ്സിൻ്റെ ഇമേജ് ആയിരിക്കും. ഓക്കെ, ഐഡിയ ക്ലിയർ ആണോ? അതാണ് 2ാമത്തെ പ്രോപ്പർട്ടി. 3ാമത്തെ പ്രോപ്പർട്ടി നോക്കോടെ. എൻ്റെ കയ്യിൽ ജി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ. അതിൻ്റെ ഓർഡർ എം ആണെന്ന് വിചാരിക്കുക. എന്തുവാടെ ഒരു എലമെൻ്റ് ഓർഡർ എന്ന് വെച്ചാൽ എന്തുവാ? എക്സ് റൈസ് ടു എം ഈസിക്കൽ ടു വൈ. പലവട്ടം നമ്മൾ പറഞ്ഞതാ, എക്സിനെ എം തവണ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി കിട്ടും. ശരി, അപ്പോൾ എക്സ് റൈസ് ടു എം ഈസിക്കൽ ഐഡൻറ്റിറ്റി ആണല്ലോ. നിങ്ങളപ്പോൾ ഇതെല്ലാം സംഭവിച്ചെവിടെ? ഗ്രൂപ്പിലാണ്. നിങ്ങൾ അതിൻ്റെ ഇമേജ് കാണണ്ടേ? എക്സ് റൈസ് ടു എമ്മും ഐയും സെയിമാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇമേജസ് സെയിം ആയിരിക്കുമല്ലോ. ഇൻപുട്ട് സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് എക്സ് റൈസ് ടു എമ്മിൻ്റെ ഇമേജ് തന്നെയാണ് ഐയുടെ ഇമേജ്. ദാറ്റ് ഈസ് എക്സ് റൈസ് ടു എം പ്രൈം ഈസിക്കൽ ടു ഐ പ്രൈം. നിങ്ങൾ നോക്കിയടേ, എക്സ് റൈസ് ടു എം പ്രൈമിന് എനിക്ക് എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു എം മൈനസ് 1 എന്ന് എഴുതിക്കൂടെ? കാര്യം എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു എം മൈനസ് 1 വെച്ചാൽ എക്സ് റൈസ് ടു എം അല്ലേ? ഇതിൻ്റെ പ്രൈം ഈസിക്കൽ ടു ഐ പ്രൈം. ദാ ഇവിടെ ഇപ്പോൾ 2 എലമെൻ്റായി. എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു എം മൈനസ് 1 പ്രൈമായി. പക്ഷെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഹോമോമോർഫിസിൻ്റെ പ്രത്യേകത എക്സ് വൈ പ്രൈം ഇസിക്കൽ എക്സ് പ്രൈം ഇൻറ്റു വൈ പ്രൈമാണ്. ഇവിടെ നോക്കേ, ഇവിടെ എക്സിന് പകരം എക്സ്, വൈക്ക് പകരം എക്സ് റൈസ് ടു എം മൈനസ് 1. അങ്ങനെയാണെങ്കിൽ എക്സ് വൈ പ്രൈം ഇസിക്കൽ എക്സ് പ്രൈം ഇൻറ്റു വൈ പ്രൈം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് പ്രൈം ഇൻറ്റു എക്സ് റൈസ് ടു എം മൈനസ് 1 പ്രൈം എന്ന് എഴുതിക്കൂടെ? അതെന്താ? ഐ പ്രൈമാണ് എന്ന് വെച്ചാൽ അവിടുത്തെ ഐഡൻറ്റിറ്റി. ഇനി നിങ്ങൾ നോക്കേ, എക്സ് റൈസ് ടു എം മൈനസ് 1 പ്രൈമിനെ എങ്ങനെ എഴുതാം? എക്സ് പ്രൈം എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു എം മൈനസ് 2 എന്ന് എഴുതാമല്ലേ? എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു എം മൈനസ് 2 എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു എം മൈനസ് 1 അല്ലേ? അപ്പോൾ എക്സ് റൈസ് ടു എം മൈനസ് 1 പ്രൈമിനെ എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു എം മൈനസ് 2 പ്രൈം എന്ന് എഴുതാമല്ലോ.
പിന്നെ ഹോമോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാലോ. എക്സ് വൈ പ്രൈം ഇസിക്കൽ ടു എക്സ് പ്രൈം ഇൻറ്റു വൈ പ്രൈം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? എക്സ് പ്രൈം ഇവിടെ ആൾറെഡി കിടപ്പുണ്ട്, ഇൻറ്റു എക്സ് പ്രൈം ഇൻറ്റു എക്സ് റൈസ് ടു എം മൈനസ് 2 പ്രൈം എന്ന് കിട്ടും. പിന്നെ നിങ്ങൾ നോക്കിയേ, എക്സ് റൈസ് ടു എം മൈനസ് 2 അവിടെ കിടപ്പുണ്ട്. എക്സ് റൈസ് ടു എം മൈനസ് 2നെ എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു എം മൈനസ് 3 എന്ന് എഴുതാമല്ലോ. അങ്ങനെ എഴുതി 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 സാധനം അവസാനം ഇതെല്ലാം എന്തായി മാറും? എക്സ് പ്രൈം ആയി മാറത്തില്ലേ? എത്ര ആൾക്കാർ വരും ഇവിടെ? ഒരു എക്സ് പ്രൈം ഇൻറ്റു എക്സ് പ്രൈം ഇൻറ്റു എക്സ് പ്രൈം ഇൻറ്റു എക്സ് പ്രൈം ഇൻറ്റു എക്സ് പ്രൈം ടോട്ടൽ ഈസിക്കൽ ഐ പ്രൈം. എത്ര ഫാക്ടേഴ്സ് വരും? എം ആൾക്കാർ വരത്തില്ലേ? കാര്യം എക്സ് റൈസ് ടു എം ആണ് ഐ പ്രൈം എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത്. നമ്മൾ ഇതിനകത്ത് സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് എന്ത് വരും? എക്സ് പ്രൈം ഇൻറ്റു എക്സ് പ്രൈം ഇൻറ്റു എക്സ് പ്രൈം ഇൻറ്റു എക്സ് പ്രൈം ഇൻറ്റു എക്സ് പ്രൈം എന്ന് പറഞ്ഞ് എം ഫാക്ടേഴ്സ് വരും. എന്തുവാടേ? എക്സ് പ്രൈം ഇൻറ്റു എക്സ് പ്രൈം ഇൻറ്റു എക്സ് പ്രൈം ഇൻറ്റു എക്സ് പ്രൈം ഇൻറ്റു എക്സ് പ്രൈം. ദാ 2 ഗുണം 2 നിങ്ങൾ എങ്ങനെ എഴുതുന്നത്? 2 ക്യൂബ് എന്ന് എഴുതും. ആണോ? അങ്ങനെയാണെങ്കിൽ എക്സ് പ്രൈം ഇൻറ്റു എക്സ് പ്രൈം ഇൻറ്റു എക്സ് പ്രൈം ഇൻറ്റു എക്സ് പ്രൈം എം തവണ എടുക്കുമ്പോൾ എന്ത് വരും? എക്സ് റൈസ് ടു അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതും, എക്സ് പ്രൈം എം തവണ, ദാറ്റ് ഈസ് എക്സ് പ്രൈം റൈസ് ടു എം ഈസിക്കൽ ടു ഐ പ്രൈം. എന്ത് കിട്ടി? എക്സ് പ്രൈം എം തവണ എടുത്തപ്പോൾ അവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടി. എവിടെ നമ്മൾ തുടങ്ങിയേ? എക്സ് റൈസ് ടു എം ഈസിക്കൽ ടു ഐ എന്നും പറഞ്ഞാൽ തുടങ്ങിയേ. എക്സ് ആരായിരുന്നു? ജിയിലുള്ളൊരു എക്സ്, അതിൻ്റെ ഓർഡർ എം ആണ്. എന്ന് വെച്ചാൽ എക്സ് എം തവണ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി കിട്ടും. അതായത് എക്സ് റൈസ് ടു എം ആണ് ഐഡൻറ്റിറ്റി. ഇപ്പോൾ ഇത്രയും ഓപ്പറേഷൻ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? എക്സിൻ്റെ ഇമേജ് ആണ് എക്സ് പ്രൈം, അതേ റൈസ് ടു എമ്മും അവിടുത്തെ ഐഡൻറ്റിറ്റിയാണ്. എക്സിൻ്റെ ഇമേജ് എന്താ? എക്സ് പ്രൈമാണ്. എക്സ് പ്രൈമും എം തവണ ഓപ്പറേറ്റ് ചെയ്താൽ അവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഐ പ്രൈം കിട്ടും. ഇതിൻ്റെ മീനിങ് എന്തുവാടെ? നിങ്ങളുടെ കയ്യിൽ ജി എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട്, ജി പ്രൈം എന്ന് പറഞ്ഞ വേറെ ഗ്രൂപ്പുണ്ട്. ജിയിൽ നിന്ന് ജി പ്രൈമിലേക്ക് ഒരു ഹോമോമോർഫിസം ഉണ്ടെന്ന് വിചാരിക്കുക. എക്സിലെ ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ എം ആണെങ്കിൽ അതിൻ്റെ ഇമേജായ എക്സ് പ്രൈമിൻ്റെ ഓർഡറും എം തന്നെ ആയിരിക്കും. ദാറ്റ് ഇസ് ദ മീനിങ്. പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ചോദിക്കാം, അങ്ങനെ തന്നെ ചോദിച്ചിട്ട് വേണേൽ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കാം. സപ്പോസ് എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ജി ആൻഡ് എക്സ് പ്രൈം ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ജി പ്രൈം സച്ച് ദാറ്റ് ഫൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്രൈം. എക്സിൻ്റെ ഇമേജ് ആണ് എക്സ് പ്രൈം എന്ന് വിചാരിക്കുക. എന്നിട്ട് പറയാണ് സപ്പോസ് ഓർഡർ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എം എന്ന് വെച്ചാൽ എന്താ? എക്സ് റൈസ് ടു എം ഈസ് ഈക്വൽ ടു ഐ. എന്നിട്ട് നിങ്ങളടുത്ത് പറയും പ്രൂവ് ദാറ്റ് എക്സ് പ്രൈം റൈസ് ടു എം ഈസ് ഈക്വൽ ടു ഐ എന്ന് നിങ്ങളടുത്ത് പറയും. അതായത് ജി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ എക്സ് ഉണ്ട്. അപ്പോൾ എക്സിൻ്റെ ഇമേജായ എക്സ് പ്രൈം ജി പ്രൈമിൽ വരുന്നുണ്ട്. എക്സിൻ്റെ ഓർഡർ എം ആണെങ്കിൽ അതിൻ്റെ ഇമേജായ എക്സ് പ്രൈമിൻ്റെ ഓർഡറും എം ആണെന്ന് തെളിയിക്കാൻ പറയും. അപ്പോൾ ദാ നിങ്ങൾ ഇതേ പ്രൂഫ് അങ്ങ് എഴുതി വെക്കണം. ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, നല്ലൊരു 4 മാർക്ക് ക്വസ്റ്റ്യനാണ്. ഇതെല്ലാം അതേ കണക്ക് തന്നെയാണ് കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ തന്നെ ചോദിക്കും. പ്രൂവ് ദാറ്റ് ഇട്ട് തന്നെ ചോദിക്കും. ഓക്കെ, ഐഡിയ ക്ലിയർ ആണ്? ഓക്കെ, നമ്മൾ നേരത്തെ ഹോമോമോർഫിസത്തിന് കുറച്ച് പ്രോപ്പർട്ടി പറഞ്ഞു. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഞാൻ നേരത്തെ ഹോമോമോർഫിസത്തിന് പറഞ്ഞ പ്രോപ്പർട്ടി എല്ലാം ഐസോമോർഫിസത്തിന് ബാധകമാണോ? തീർച്ചയായിട്ടും ആണ്. കാര്യം എന്താ? ഐസോമോർഫിസത്തിൻ്റെ ഡെഫിനിഷൻ നമ്മൾ എന്താ പറഞ്ഞത്? ഐസോമോർഫിസം എന്ന് പറയുന്നത് 1-to-1 കറസ്പോണ്ടൻസും ഹോമോമോർഫിസം ആണ് എന്ന് പറഞ്ഞു. 1-1 കറസ്പോണ്ടൻസ് മീൻസ് 1-1 ഓൺ-ടു ഫംഗ്ഷനും ഹോമോമോർഫിസം ആയിട്ടുള്ള ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഐസോമോർഫിസം. അപ്പോൾ ഐസോമോർഫിസം ആരാ? ഹോമോമോർഫിസം പ്ലസ് 1-1 ഓൺ-ടു ഫംഗ്ഷൻ ആണ് എന്ത്? ഐസോമോർഫിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഹോമോമോർഫിസം എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കൂടെ ആ ഫംഗ്ഷൻ എന്ത് പ്രോപ്പർട്ടികളുണ്ട്? 1-1 ഓൺ-ടു പ്രോപ്പർട്ടിയും കൂടെ ചേരുമ്പോഴാണ് ഐസോമോർഫിസം ആവുന്നത്. അപ്പം ഹോമോമോർഫിസത്തിന് നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി എല്ലാം ഐസോമോർഫിസത്തിനും ഉണ്ട്. ഐഡിയ ക്ലിയർ ആണോ? കാര്യം ഐസോമോർഫിസത്തിന് അത് ആരുണ്ട്? ഹോമോമോർഫിസം ഉണ്ട്, പിന്നെ 1-1 ഓൺ-ടു എക്സ്ട്രാ ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, പക്ഷേ ഐസോമോർഫിസത്തിന് വരുന്ന എല്ലാ പ്രോപ്പർട്ടീസും ഹോമോമോർഫിസത്തിന് വരത്തില്ല. കാര്യം എന്താ? ഹോമോമോർഫിസം കൂടാതെ 1-1 ഓൺ-ടുവും കൂടെയാണ് ഐസോമോർഫിസം. അപ്പോൾ ഐസോമോർഫിസത്തിന് വരുന്ന എല്ലാ പ്രോപ്പർട്ടിയും ഹോമോമോർഫിസത്തിന് വരത്തില്ല. ഓക്കെ, പക്ഷേ ഹോമോമോർഫിസത്തിനുള്ള എല്ലാ പ്രോപ്പർട്ടി ഐസോമോർഫിസത്തിന് ബാധകമാണ്. ഇതാ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ കണ്ടോ. ഇതാ ഡിഫറൻസ് ബിറ്റ്വീൻ ഐസോമോർഫിസം ആൻഡ് ഹോമോമോർഫിസം സിമ്പിളാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഐസോമോർഫിസം എന്ന് പറയുന്ന ആൾ 1-1 ആണ്, ഹോമോമോർഫിസം 1-1 അല്ല. ഐസോമോർഫിസം എന്ന് പറയുന്ന ആൾ ഓൺ-ടു ആണ്, പക്ഷേ ഹോമോമോർഫിസം ഓൺ-ടു അല്ല. ഈ 2 ഡിഫറൻസേ ഉള്ളൂ. കാര്യം ഹോമോമോർഫിസത്തിൻ്റെ കൂടെ 1-1ഉം ഓൺ-ടുവും കൂടെ ചേരുമ്പോഴാണ് ഐസോമോർഫിസം ആവുന്നത്. അപ്പോൾ ഐസോമോർഫിസവും ഹോമോമോർഫിസവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളെടുത്ത് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതും? നിങ്ങൾ 2 കാര്യങ്ങൾ എഴുതണം. എന്ത്? ഐസോമോർഫിസം 1-1 ആണ്, പക്ഷേ ഹോമോമോർഫിസം 1-1 അല്ല. ഐസോമോർഫിസം ഓൺ-ടു ആണ്, പക്ഷേ ഹോമോമോർഫിസം ഓൺ-ടു ആണെന്ന് നിർബന്ധമില്ല. ഇത് തന്നെയാണ്. ദാ ആൻ ഐസോമോർഫിസം. In isomorphism, different elements in G must map into different elements in G prime. എന്താണ് പറഞ്ഞത്?
ഐസോമോർഫിസത്തിൽ ജിയിൽ ഡിഫറെൻ്റ് ആൾക്കാരുടെ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ഡിഫറൻ്റ് ആയിരിക്കും. ദാ എക്സും വൈയും ഡിഫറൻ്റ് ആണെന്ന് വിചാരിക്കുക ജിയിൽ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇമേജും ഡിഫറൻ്റ് ആയിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് 1-1. നമ്മൾ +1 പഠിച്ചതാ. 1-1 ഡെഫിനിഷൻ എന്തുവാ? ഡിഫറൻ്റ് ആൾക്കാർക്ക് ഡിഫറൻറ്റ് ഇമേജ്. ദാറ്റ് ഈസ് എക്സ് നോട്ട് ഈസ് ഈക്വൽ വൈ ഇംപ്ലൈസ് എക്സ് പ്രൈം നോട്ട് ഈസ് ഈക്വൽ വൈ പ്രൈം. എക്സിൻ്റെ ഇമേജ് ആണ് എക്സ് പ്രൈം, വൈയുടെ ഇമേജ് ആണ് വൈ പ്രൈം. അപ്പോൾ ഐസോമോർഫിസം 1-1 ആണ്. പക്ഷേ ഹോമോമോർഫിസം അങ്ങനെയാണോ? യാതൊരു നിർബന്ധമില്ല. ബട്ട് ഇൻ ഹോമോമോർഫിസം സെവറൽ എലമെൻറ്റ്സ് ഇൻ ജി ഹാവ് സെയിം ഇമേജ്. ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് സെയിം ഇമേജ് വരാൻ സാധ്യതയുണ്ട്. എവിടെ? ഹോമോമോർഫിസം. കാര്യം എന്താ? അത് 1-1 അല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു -1ഉം ഒരു x² എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണെന്ന് വിചാരിച്ചു. -1ൻ്റെ ഇമേജ് 1 1ൻ്റെ ഇമേജും 1 -2ൻ്റെ ഇമേജ് 4 +2ൻ്റെ ഇമേജ് 4. കാര്യം സ്ക്വയർ ആണല്ലോ എടുക്കുന്നത്. അപ്പം ഡിഫറൻ്റ് ആൾക്കാർക്ക് സെയിം ഇമേജ് വരാൻ സാധ്യതയുണ്ട്. ഹോമോമോർഫിസത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പക്ഷേ ഐസോമോർഫിസം എന്താ? 1-1 ഫംഗ്ഷൻ തന്നെയായിരിക്കും. ഹോമോമോർഫിസം 1-1 ആവണം നിർബന്ധമില്ല. രണ്ടാമത്തെ എന്തുവാടെ? രണ്ടാമത്തെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന എന്താ? ഐസോമോർഫിസം എന്ന് പറയുന്നത് ഹോമോമോർഫിസിനോട് 1-1 ഓണ്ടുകൂടെ ചേരുന്നതാണ്. അപ്പോൾ ഐസോമോർഫിസം ഓണ്ടുവാണ്, ഹോമോമോർഫിസം ഓണ്ടും അല്ല. അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. എവരി എലമെന്റ് ഇൻ ജി പ്രൈം മസ്റ്റ് ഹാവ് ആൻ ഇമേജ് ഓഫ് സം എലമെന്റ് ഇൻ ജി. എന്താ? ജി പ്രൈമിലെ ഏത് എലമെൻറ്റും ജിയിലുള്ള ആൾക്കാരുടെ ഇമേജ് ആയിരിക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ജി പ്രൈമിലുള്ള ആൾക്കാരുടെ പ്രീ ഇമേജസ് എടുത്തു കഴിഞ്ഞാൽ ജി മൊത്തത്തിൽ കിട്ടും. അതിനെയാണ് നമ്മൾ +2-ന് റേഞ്ച് ഈസിക്കൽ കോഡൊമൈൻ എന്ന് പറഞ്ഞത്. എന്താ ഓണ്ടു? കോഡൊമൈനുള്ള എല്ലാവർക്കും പ്രീ ഇമേജസ് വേണം. അത് തന്നെ ഇവിടെ പറഞ്ഞത്. ജി പ്രൈമിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അത് ജിയിലുള്ള ആൾക്കാരുടെ ഇമേജ് ആയിരിക്കും. എന്ന് വെച്ചാൽ ജിയിലുള്ള എല്ലാ ആൾക്കാർക്കും പ്രീ ഇമേജ് ഉണ്ട്. അത് ഏതിനാ? ഐസോമോർഫിസത്തിന്. പക്ഷേ ഹോമോമോർഫിസത്തിന് അങ്ങൊരു പ്രത്യേകതയില്ല. കാര്യം അത് ഓണ്ടു മാപ്പ് അല്ല. ജി പ്രൈമിലെ കുറേ എലമെൻറ്റ്സിന് പ്രീ ഇമേജ് ഇല്ലാതിരിക്കാം. ഓക്കെ, അപ്പം ഐസോമോർഫിസം ഹോമോമോർഫിസം തമ്മിലുള്ള ഡിഫറൻസ് പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കുക. രണ്ട് ഡിഫറൻസ് ആണ്. ഐസോമോർഫിസം ഹോമോമോർഫിസം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഹോമോമോർഫിസിലൂടെ 1-1ഉം ഓണ്ടും കൂടെ ചേരുമ്പോഴാണ് ഐസോമോർഫിസം ആവുന്നത്. അപ്പോൾ ഹോമോമോർഫിസം ഐസോമോർഫിസം തമ്മിലുള്ള വ്യത്യാസം ഐസോമോർഫിസം 1-1ഉം ആണ്, ഓണ്ടും ആണ്. ഐഡിയ ക്ലിയർ ആണ്? ശരി. ഇനി കേർണൽ നല്ലൊരു ഡെഫിനിഷനാണ്, ഓർത്ത് വെച്ചേക്കണേ. കേർണൽ ഓഫ് ഹോമോമോർഫിസം. ഹോമോമോർഫിസത്തിൻ്റെ കേർണൽ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ദാ ഞാനൊരു കാര്യം ഞാൻ പടം വരച്ച് കാണിക്കാം. ദാ ജി പ്രൈം, ജിയിൽ നിന്ന് ജി പ്രൈമിലേക്ക് ഫൈ എന്ന് പറയുന്നൊരു ഹോമോമോർഫിസം ഉണ്ടെന്ന് വിചാരിച്ചോ. ഹോമോമോർഫിസം നമ്മൾ നേരത്തെ പറഞ്ഞു 1-1 അല്ല എന്ന് പറഞ്ഞു അല്ലേ? ആദ്യം തന്നെ പറഞ്ഞത് 1-1 അല്ല എന്ന്. എന്ന് വെച്ചാൽ ഇത് ഹോമോമോർഫിസം ആണെങ്കിൽ ഇവിടെ കിടക്കുന്ന ഒരു എക്സ്, വൈ, ഇസഡ് ഇതിനെല്ലാം വേണമെങ്കിൽ ഒരു ഇമേജ് വരാം. നിങ്ങളിങ്ങനെ വിചാരിച്ചു, എടാ ജി കിടക്കുന്ന ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ട്. ഇവിടുത്തെ ഐഡൻറ്റി എലമെൻറ്റ് ഇവിടുത്തെ എന്തായിരിക്കും? ഇവിടെ ഐഡൻറ്റി എലമെൻറ്റ് ഇമേജ് അപ്പുറത്തെ ഐഡൻറ്റി എലമെൻ്റ് ആണെന്ന് പറഞ്ഞു. സപ്പോസ് വിചാരിച്ചോ ഇവിടെ കിടക്കുന്ന എക്സിൻ്റെ ഇമേജും ഐ പ്രൈമാ, വൈയുടെ ഇമേജും ഐ പ്രൈമാ, ഇസഡിൻ്റെ ഇമേജും ഐ പ്രൈമാ, ഐയുടെ ഇമേജും ഐ പ്രൈമാന്ന് വിചാരിച്ചോ. എന്തായാലും ഐയുടെ ഇമേജ് ഐ പ്രൈമാ. കാര്യം ഐ എപ്പോഴും ഐ പ്രൈമിലേക്ക് മാപ്പ് ചെയ്യപ്പെടും എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ ഐ മാത്രമല്ല, എക്സും വൈ ഇസഡും ഐ പ്രൈമിലേക്ക് മാപ്പ് ചെയ്യപ്പെട്ടു. കാര്യം എന്താ? ഹോമോമോർഫിസം 1-1 അല്ല. കുറേ ആൾക്കാർക്ക് ഒരേ എലമെൻറ്റിലേക്ക് മാപ്പ് ചെയ്യപ്പെടാം. അതിനെ വിളിക്കുന്ന പേരാണ് കേർണൽ. എന്താണ് കേർണൽ? കേർണൽ എന്ന് പറയുന്നത് ദ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ജി. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർ. ഹൂസ് ഇമേജസ് ഇൻ ജി പ്രൈം ഈസ് ഐ പ്രൈം. ജി പ്രൈമിലെ ഐഡൻറ്റിറ്റി എലമെൻ്റായ ഐ പ്രൈമിലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്ന ജിയിലുള്ള ആൾക്കാരുടെ കളക്ഷനെ വിളിക്കുന്ന പേരാണ് കേർണൽ. ശരിക്കും പറഞ്ഞാൽ കേർണൽ എന്ന് പറഞ്ഞാൽ ആരാ? ജിയിലുള്ള ആൾക്കാരാണ്. ആ ആൾക്കാരുടെ പ്രത്യേകം എന്താ? അതെല്ലാം മാപ്പ് ചെയ്ത് ജി പ്രൈമിലെ ഐഡൻറ്റിറ്റിയിലോട്ടായിരിക്കും ചെല്ലുന്നത്. കോഡൊമൈനിലെ ഐഡൻറ്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്ന ഡൊമൈനിലുള്ള ആൾക്കാരുടെ കളക്ഷനെ വിളിക്കുന്ന പേര് കേർണൽ. ഐഡിയ ക്ലിയർ ആണോ? അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഐസോമോർഫിസത്തിൻ്റെ കേർണൽ എന്തായിരിക്കും? ഐസോമോർഫിസത്തിൻ്റെ കേർണൽ എന്തായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ചു. ഇവിടെയുള്ള ഐഡൻറ്റിറ്റി എന്തായാലും ഇപ്പുറത്തെ ഐഡൻറ്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യപ്പെടും. അപ്പം ഐഡൻറ്റിറ്റി എന്തായാലും കേർണലിലുണ്ട്. പക്ഷേ ആൾറെഡി ഐസോമോർഫിസത്തിൻ്റെ പ്രത്യേകത എന്താ? ഐസോമോർഫിസം എന്ന് പറയുന്ന 1-1 മാപ്പാണ്. ഒരാളെ ഒരിടത്തോട്ട് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരാളെ അതേ ഇമേജിലേക്ക് മാപ്പ് ചെയ്യില്ല. ഐസോമോർഫിസത്തിൽ എന്തായാലും ഐയുടെ ഇമേജ് ഐ പ്രൈം തന്നെ. പക്ഷേ ഐസോമോർഫിസം 1-1 അല്ലേ? അങ്ങനെയാണെങ്കിൽ വേറെ ആരെങ്കിലും ഇനി ഐ പ്രൈമിലോട്ട് മാപ്പ് ചെയ്യപ്പെടുമോ? ഇല്ല. അതാണ്ട് ഐസോമോർഫിസം 1-1 ആണ്. എക്സും വൈയും ഡിഫറൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഇമേജും ഡിഫറൻ്റാണ്. ആൾറെഡി ഐ എന്ന് പറയുന്ന ആളെ ഐ പ്രൈമിലേക്ക് മാപ്പ് ചെയ്യപ്പെട്ടാൽ ഐ അല്ലാത്തൊരു എക്സ് എടുത്താൽ ഇതിൻ്റെ ഇമേജ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഐയെ മാത്രം ഐസോമോർഫിസം ഐ പ്രൈമിലേക്ക് കൊണ്ടുപോകൂ. നല്ല ഒരു മാർക്ക് ക്വസ്റ്റ്യൻ.
നല്ലൊരു മാർക്ക് ക്വസ്റ്റ്യൻ. ഐസോമോർഫിസത്തിൻ്റെ കേണൽ എന്താണ്? ഐസോമോർഫിസത്തിൻ്റെ കേണലിൽ ആര് വരും? ഐസോമോർഫിസത്തിൻ്റെ കേണലിൽ ജിയിലുള്ള ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമേ വരത്തുള്ളൂ. കാര്യം തൊട്ട് മേളിൽ നമ്മൾ പഠിച്ചു ഐഡൻറ്റിറ്റിയെ ഐഡൻറ്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യപ്പെടും. ഐയെ ആൾറെഡി അപ്പുറത്ത് ഐ പ്രൈമിലേക്ക് മാപ്പ് ചെയ്യപ്പെട്ടു. പക്ഷേ ഐസോമോർഫിസം 1 1 ആയതുകൊണ്ട് ഇനി വേറൊരാളെ അപ്പുറത്ത് ഐ പ്രൈമിലേക്ക് കൊണ്ടുപോയില്ല. ദാ ഐസോമോർഫിസം ദ കേർണൽ കൺസിസ്റ്റ് ഓഫ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഐ എലോൺ. ഡൊമൈനിലുള്ള ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമാണ് ഐസോമോർഫിസത്തിൻ്റെ കേർണലിൽ വരുന്നത്. നല്ലൊരു മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, അതാണ് ഇതും പഠിച്ചു വെച്ചേക്കണേ. ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് കേർണൽ? കേർണൽ ഓഫ് ഹോമോമോർഫിസം. ഇത് കേർണൽ ഓഫ് ഐസോമോർഫിസം. ഹോമോമോർഫിസത്തിൻ്റെ കേർണലിൽ ഒരുപാട് ആൾക്കാർ വരാം. ഐസോമോർഫിസത്തിൻ്റെ കേർണലിൽ ഒരാളെ വരൂ. അതാരാ? ഡൊമൈനിലുള്ള ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമായിരിക്കും. ശരി, നമുക്ക് ഈ കേർണലിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഹോമോമോർഫിസത്തിൻ്റെ ദാ ഞാൻ താണ്ടേ ഒരു റിയൽ നമ്പർ എടുക്കുന്നു അണ്ടർ അഡീഷൻ. ആരാണ് റിയൽ നമ്പേഴ്സ്? റാഷണലും ഇറാഷണലും ചേരുന്നതാണ് റിയൽ നമ്പേഴ്സ്. അതൊരു ഗ്രൂപ്പാണ് അണ്ടർ അഡീഷനിലും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതേ കണക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് എടുക്കുന്നു വിത്ത് യൂണിറ്റ് മോഡുലസ്. ആരാടെ സംഭവം? യൂണിറ്റ് മോഡുലസ് ഉള്ള കോംപ്ലക്സ് നമ്പേഴ്സ് ആരാ? നമ്മൾ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. ദാ യൂണിറ്റ് മോഡുലസ് ഉള്ള കോംപ്ലക്സ് നമ്പേഴ്സാണ് കിടക്കുന്നത്. ആ സർക്കിൾ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ റിയൽ നമ്പറിനെ എങ്ങനെ അങ്ങോട്ട് മാപ്പ് ചെയ്യപ്പെടുന്നത്? ദാ ഇതാ ഫംഗ്ഷൻ φ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഐ എക്സ്. നിങ്ങൾ ഇ റൈസ് ടു ഐ എക്സിൻ്റെ അകത്ത് ഏത് റിയൽ നമ്പർ ഇട്ട് കൊടുത്താലും നാണ്ടെ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും വരാൻ പോണേ. ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും വരാൻ പോണേ. എന്താ വെച്ചാൽ φ ഓഫ് എക്സിന് നമ്മൾ എക്സ് പ്രൈം എന്നാണല്ലോ എഴുതുന്നത്. ഇവിടെ സ്മാൾ എക്സ് ഇട്ടെന്നേ ഉള്ളൂ. എനിവേ, അപ്പോൾ φ ഓഫ് എക്സ് ഇസിക്കൽ ഇ റൈസ് ടു ഐ എക്സ് ആണ് നമ്മുടെ ഹോമോമോർഫിസം. φ ഓഫ് എക്സ് വെച്ചാൽ എന്താ? എക്സ് പ്രൈം ഇസിക്കൽ ഇ റൈസ് ടു എക്സ്. നമുക്ക് φ ഓഫ് എക്സ് നമ്മൾ എഴുതാറില്ല. എന്ത് എഴുതാറുള്ളൂ? എക്സിൻ്റെ ഇമേജ് നമ്മൾ എക്സ് പ്രൈം എന്ന് എഴുതാറുള്ളൂ. ആദ്യം ഈ സാധനം ഹോമോമോർഫിസം ആണെന്ന് ചെക്ക് ചെയ്യണം. എന്തുകൊണ്ട് ഹോമോമോർഫിസത്തിൻ്റെ പ്രത്യേകത? എക്സ് വൈ പ്രൈം ഈസിക്കൽ ടു എക്സ് പ്രൈം വൈ പ്രൈം ആയിരിക്കണം. ശരി, ആദ്യം എക്സ് വൈ പ്രൈം ഇടാം. പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, എക്സ് വൈ പ്രൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓപ്പറേഷൻ എന്താണോ അതാണ് ഇട്ട് കൊടുക്കേണ്ടത്. എക്സും വൈ ഒക്കെ എവിടെ നിന്ന് വരുന്നത്? റിയൽ നമ്പറിലാണ്. അവിടുത്തെ ഓപ്പറേഷൻ അഡിഷൻ ആണ്, അല്ലാതെ എക്സ് ഡോട്ട് വൈ ഇട്ട് വെക്കരുത്. അപ്പോൾ ഇവിടുത്തെ ഓപ്പറേഷൻ എക്സ് പ്ലസ് വൈയുടെ ഇമേജ് എന്ത്? എക്സും വൈയും ആറിലുള്ളതാണ്. അത് ഗ്രൂപ്പാണ് അണ്ടർ അഡിഷൻ. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈയും എവിടെ വരും? റിയൽ നമ്പറിൽ തന്നെ വരും. അതിൻ്റെ ഇമേജ് എന്ത്? ശരി, ഇട്ട് കൊടുത്ത് നോക്കാം. നമ്മൾ ഫൈയുടെ പ്രത്യേകം എന്തുവാ? അതിൻ്റെ അകത്ത് ഏത് എക്സ് ഇട്ട് കൊടുത്താലും ഇ റൈസ് ടു ഐ എക്സ് ആക്കി തരും. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ പ്രൈം എന്തായിരിക്കും? ഇ റൈസ് ടു ഐ എക്സ് പ്ലസ് വൈ ആയിരിക്കുമല്ലോ. കാര്യം എക്സ് പ്രൈമിൻ്റെ ഇമേജ് ഇ റൈസ് ടു ഐ എക്സ്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈ പ്രൈം എന്ന് വെച്ചാൽ ഇ റൈസ് ടു ഐ എക്സ് പ്ലസ് വൈ. സ്പ്ലിറ്റ് ചെയ്യടേ, ഇ റൈസ് ടു ഐ എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഐ വൈ അല്ലേ? എന്തുവാടെ ഇ റൈസ് ടു ഐ എക്സ്? എക്സ് പ്രൈം. എന്തുവാടെ ഇ റൈസ് ടു ഐ വൈ? വൈ പ്രൈം. അപ്പോൾ എന്ത് കിട്ടി? എക്സ് പ്ലസ് വൈ പ്രൈം ഇസിക്കൽ എക്സ് പ്രൈം ഇൻറ്റു വൈ പ്രൈം എന്ന് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത്. തുടക്കത്തിൽ ഇവിടെ എക്സ് വൈ പ്രൈം ഇസിക്കൽ എക്സ് പ്രൈം വൈ പ്രൈം എന്നല്ല, എക്സ് പ്ലസ് വൈ പ്രൈം ഇസിക്കൽ എക്സ് പ്രൈം ഇൻറ്റു വൈ പ്രൈം. കാര്യം എന്താ? ഈ ഗ്രൂപ്പിലെ ഓപ്പറേഷൻ അഡിഷനും ഈ ഗ്രൂപ്പിലെ ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷനുമാണ്. മറക്കരുത്. അപ്പോൾ അതാണ് അവിടെ വരേണ്ടത്. നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ എക്സ് വൈ പ്രൈം ഇസിക്കൽ എക്സ് പ്രൈം ഇൻറ്റു വൈ പ്രൈം എന്ന് പറയും. ഇവിടെ ഏതാണോ ഓപ്പറേഷൻ അത് പറയണം, അവിടെ ഏതാണോ ഓപ്പറേഷൻ അവിടെ പറയണം. നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ ഇൻറ്റു ഇട്ട് പറയുന്നേ ഉള്ളൂ. ഇവിടെ എക്സ് ഇൻറ്റു വൈ അല്ല, എക്സ് പ്ലസ് വൈ ആ. കാര്യം ഡൊമൈനിൽ അണ്ടർ അഡീഷൻ ആണ്, കോ ഡൊമൈൻ മൾട്ടിപ്ലിക്കേഷൻ. അതുകൊണ്ടാണ് ഇവിടെ ഇൻറ്റു വന്നത്. സംഭവം ഹോമോമോർഫിസം ആണല്ലോ. കാര്യം എന്താ? എക്സ് പ്ലസ് വൈ പ്രൈം ഇസിക്കൽ എക്സ് പ്രൈം ഇൻറ്റു വൈ പ്രൈം കിട്ടി. ഹോമോമോർഫിസം ആണ്. ഇനി നിങ്ങൾ നോക്കിക്കോടെ, ഇത് ഐസോമോർഫിസം അല്ല. കാര്യം എന്താ അറിയോ? ഇത് 1 1 അല്ല. ഈ റിയൽ നമ്പേഴ്സിൽ ഒരുപാട് ആൾക്കാരെ ഇത് സെയിം ഇമേജസിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ നോക്കിക്കോ, പൈ, 3 പൈ, 5 പൈ, 7 പൈ, 9 പൈ, 11 പൈ, 13 പൈ. അതേ കണക്ക് മൈനസ് പൈ, -3 പൈ, -5 പൈ, -7 പൈ. അതായത് എൻ പൈയുടെ 2n+1 പൈ ദാ n എലമെൻറ്റ് ഓഫ് ഇസഡ് എന്നുവെച്ചാൽ 1 പൈ. ആദ്യം n 0 കൊടുക്കുക, 1 പൈ. പിന്നെ ഇത് കൊടുക്കുമ്പോഴത്തേക്ക് 1 കൊടുക്കുമ്പോൾ 3 പൈ, 2 കൊടുക്കുമ്പോൾ 5 പൈ, 3 കൊടുക്കുമ്പോഴത്തേക്ക് 7 പൈ. ഇങ്ങനെ വരുന്ന എല്ലാ ആൾക്കാരും നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇ റൈസ് ടു ഐ എക്സിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തേക്കടെ. ഇ റൈസ് ടു ഐ എക്സിൻ്റെ അകത്ത്, അതായത് ഇ റൈസ് ടു ഐ പൈയുടെ വില -1 ആണ്, ഇ റൈസ് ടു 3 പൈയുടെ വിലയും -1 ആണ്, ഇ റൈസ് ടു 5 പൈയുടെ വിലയും -1 ആണ്. എന്തുകൊണ്ട്? ഇ റൈസ് ടു ഐ തീറ്റ, ഇ റൈസ് ടു ഐ തീറ്റ ഇസിക്കൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇതേ പ്രോബ്ലം നമ്മൾ മുമ്പ് ചെയ്യിപ്പിച്ചതാ. തീറ്റയുടെ വില നിങ്ങൾ പൈ, 3 പൈ, 5 പൈ, 7 പൈ, 9 പൈ, 11 പൈ, അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിലിട്ട് -പൈ, -3 പൈ, -5 പൈ, -7 പൈ എക്സെട്ര ഇട്ട് കൊടുത്താൽ എന്ത് ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന -1 ആണ്.
അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആൾക്കാരെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യപ്പെടുന്നത്? -1ലേക്ക്. എന്നുവെച്ചാൽ ഒത്തിരി ആൾക്കാർ ഇമേജ് -1 1 ആണോ? അല്ല. 1 ആണെങ്കിൽ ഡിഫറൻറ്റ് ആൾക്കാർക്ക് ഡിഫറൻറ്റ് ഇമേജ് വരണം. ഇവിടെ 3πയും 3πയും 5π 7π എല്ലാം ഡിഫറൻറ്റാണ്, പക്ഷേ ഇതിൻ്റെ ഇമേജസ് സെയിം ആയിപ്പോയി. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 അല്ല, പക്ഷേ ഹോമോമോർഫിസമാണ്. ഹോമോമോർഫിസമാണ് 1 അല്ല. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിൻ്റെ കേണൽ ആരാ? ഹോമോമോർഫിസത്തിൻ്റെ കേണൽ നമ്മൾ പഠിച്ചല്ലോ. എന്താ കേണൽ? ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റിലേക്ക്, അതായത് കോംപ്ലക്സ് നമ്പേഴ്സ് വിത്ത് യൂണിറ്റ് മോഡുലസ്, U(1) ആണ് പറഞ്ഞേക്കുന്നത്, യൂണിറ്റ് മോഡുലസ്. ഇതിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ്, ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇതാണ് 1. ഇവിടുത്തെ 1ലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്ന ഇവിടുത്തെ ആൾക്കാരെ, ഡൊമൈനിലുള്ള ആൾക്കാരെ പറയുന്ന പേരാണല്ലോ കേണൽ. അപ്പോൾ നിങ്ങൾ ചോദിച്ചേടെ, നിങ്ങൾ ചോദിക്കുക ആറിലുള്ള ആരൊക്കെയാണ് ഇവിടുത്തെ U(1)ലെ 1ലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്നത് എന്ന് വെച്ചാൽ, U(1) എന്ന് വെച്ചാൽ e⁻i(θ) എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ. സോറി, e⁻i cos θ + i sin θ 1 ആകുന്ന ആൾക്കാർ ആരൊക്കെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതും? ഉദാഹരണം നോക്കിയോ, 0, 2π, 4π, 6π എക്സെട്രാ. ജനറലായിട്ട് എങ്ങനെ പറയാം? 2nπ. 0 വരും, 2π, 4π, 6π, 8π, 10π, 12π, 14π എക്സെട്രാ. അങ്ങോട്ടുണ്ട് അതിനൊക്കെ -2π, -4π, -6π, -8π അങ്ങോട്ടുള്ള എല്ലാ ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ 2πയുടെ മൾട്ടിപ്പിൾ അല്ല, 2πയുടെ മൾട്ടിപ്പിൾ അല്ല. ഏത് മൾട്ടിപ്പിൾ? പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ മൾട്ടിപ്പിൾ. അതായത് 1നാണ് n എലമെൻറ്റ് ഓഫ് z ആണ്, n എലമെൻറ്റ് ഓഫ് z. അതായത് പോസിറ്റീവ് നമ്പർ കൊടുക്കുക, 0 കൊടുക്കുക, നെഗറ്റീവ് നമ്പർ കൊടുക്കുക. അപ്പോൾ ആരൊക്കെ വരും? 0, 2π, 4π, 6π, 8π അങ്ങോട്ട് വരും, -2π, -4π എക്സെട്രാ ഇങ്ങോട്ട് വരും. അതെല്ലാം എങ്ങോട്ടാണ് മാപ്പ് ചെയ്യപ്പെടുന്നത്? 1ലേക്ക് നോക്കുക. നിങ്ങൾ ഇതിൻ്റെ ഇട്ട് കൊടുത്താൽ ഇതാ cos θ + i sin θ, ഇതാ cos 0 + i sin 0. നമുക്കൊരു 0 ഇട്ട് കൊടുത്ത് നോക്കാം. cos 0 എത്രയാണ്? 1. sin 0 എത്ര? 0. 1 + 0 1. അടുത്ത നിങ്ങൾ 2π ഇട്ട് കൊടുത്ത് നോക്കേ, 4π ഇട്ട് നോക്കേ, തീറ്റയ്ക്ക് വരും. 6π ഇട്ട് കൊടുത്താൽ എല്ലാം 1 വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ദാ 2πയുടെ മൾട്ടിപ്പിൾസ് എല്ലാം ഇപ്പുറത്ത് 1ലോട്ടാണ് മാപ്പ് ചെയ്യപ്പെടുന്നത്. 1 ആരാ? ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അപ്പോൾ ഡൊമൈനിൽ കിടക്കുന്ന, ഡൊമൈൻ എന്ന് വെച്ചാൽ റിയൽ നമ്പേഴ്സ് അണ്ടർ അഡീഷൻ, അവിടെ കിടക്കുന്ന 0, 2π, 4π, 6π, 8π അങ്ങോട്ടുള്ളതും -2π, -4π അങ്ങോട്ടുള്ള, അതായത് 2πയുടെ മൾട്ടിപ്പിൾസ് എല്ലാം അപ്പുറത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റിലോട്ടാണ് മാപ്പ് ചെയ്യപ്പെടുന്നത്. അതല്ലേ കേണൽ? കോഡൊമൈനിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റിലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്ന ഡൊമൈനിലെ എലമെൻസിനെ വിളിക്കുന്ന പേര് കേണൽ. ഇപ്പോൾ ഇവിടുത്തെ കേണൽ ആരാന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? 0, 2π, 4π, 6π എക്സെട്രാ. ഇങ്ങോട്ട് -2π, -4π എക്സെട്രാ. ജനറലായിട്ട് എന്ത് എഴുതിയാൽ മതി? 2nπ n എലമെൻറ്റ് ഓഫ് z എന്ന് എഴുതിയാൽ മതി. അതാണ് ഇതിൻ്റെ കേണൽ. ഐഡിയ ക്ലിയർ ആണോ? ഓക്കെ.